ഇന്നും നാളെയും കേരളത്തിൽ അതിതീവ്ര മഴയെന്ന് മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. മഴയിൽ സംസ്ഥാനത്ത് ഇന്നും വ്യാപക നാശമുണ്ടായി. മഴക്കാലക്കെടുതി നേരിടാൻ സംസ്ഥാനം സുസജ്ജമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെയും ബംഗാൾ ഉൾക്കടലിലുമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. ബംഗാൾ ഉൾക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം നാളെയോടെ ചുഴലിക്കാറ്റായി മാറിയേക്കും. കേരള തീരത്ത് തുടരില്ലെങ്കിലും സംസ്ഥാനത്ത് മഴ കനക്കാൻ ഇത് കാരണമാകും. കഴിഞ്ഞ 24 മണിക്കൂറിൽ കേരളത്തിലെ 9 ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്തു. ഈ മാസം 9 മുതൽ 24 വരെ മാത്രം കേരളത്തിൽ 274.7 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ദുരന്തങ്ങളില്ലാതെ മഴക്കാലം പൂർത്തിയാക്കാൻ വലിയ മുൻകരുതൽ സ്വീകരിക്കണമെന്നും നവമാധ്യമങ്ങളിൽ വഴി വ്യാജ പ്രചരണം ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകരുത്. ദുരന്തഘട്ടത്തിൽ ഒറ്റക്കെട്ടായി കേരളം നിൽക്കണം. കനത്ത മഴയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ മതിൽ തകർന്നു. വിമാനത്താവളത്തിൽ നിന്നും കുത്തിയൊലിച്ചെത്തിയ വെള്ളം വീടുകളിൽ കയറി. ശക്തമായ മഴയിലും കാറ്റിലും തൃശൂർ നഗരത്തിലെ 2 ഇടങ്ങളിൽ റോഡിലേക്ക് മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലാ ആശുപത്രിക്ക് സമീപം നിർത്തിയിട്ട 2 ഓട്ടോറിക്ഷകൾക്ക് മുകളിലേക്കാണ് മരം വീണത്. വാഹനത്തിൽ ആളില്ലാതിരുന്നതും ആ സമയം റോഡിലൂടെ മറ്റു വാഹനങ്ങളോ ആളുകളോ കടന്നു പോകാതിരുന്നതും വലിയ ദുരന്തം ഒഴിവാക്കി. കനത്ത മഴയിൽ ചരിത്ര പ്രസിദ്ധമായ തൃശൂരിലെ വിദ്യാർത്ഥി കോളനിയുടെ അടിത്തറ തകർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തൃശൂർ.